നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹരിതം സുന്ദരം ഇന്ന് യാത്ര പോകുന്നത് കൊല്ലത്തെ വെളിയം പഞ്ചായത്തിലെ ഒരു ക്വാറിയിലേക്കാണ്. വർഷങ്ങളോളം പാറ പൊട്ടിച്ച് നിരപ്പാക്കിയ ഇടത്ത് ഇന്ന് ഒന്നാം തരം ജൈവ വൈവിധ്യ സ്വർഗമാണ്. ഷാജി എന്ന കർഷകനാണ് ഇതിന് നേതൃത്വം നൽകിയത്. കുഞ്ഞ് കിളികൾ മുതൽ പോത്തിൻകുട്ടന്മാർ വരെയും കുഞ്ഞ് നെല്ലിക്ക മുതൽ വലിയ ഔഷധ സസ്യങ്ങൾ വരെയും ഇവിടെയുണ്ട്. കൊല്ലത്തെ കുടവട്ടൂരിലെ പാറക്കോറി ഇന്ന് അറിയപ്പെടുന്ന റോക്ക് ഫാമാണ്. പാറക്കോറിയെ പൊന്നാക്കി മാറ്റിയ ഒരു യുവ കർഷകൻ്റെ കഥ പറയുകയാണ് ഇന്ന് ഞങ്ങൾ. കാണാം കുടവട്ടൂരിലെ റോക്സ് ഫാമിൽ നിന്നും ഹരിതം സുന്ദരം. കുടവട്ടൂർ ചാവരുപാറയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചാവരുപാറ എന്നാൽ ലിഗ്നൈറ്റ് പാറകളുടെ കേന്ദ്രമാണ്. പാറ പൊട്ടിച്ച് പണക്കാരായവരാണ് ഏറെയും. പാരിസ്ഥിതിക സന്തുലനം എന്ന കോടതിയുടെ വാൾ വീണപ്പോൾ പലരും മാനസാന്തരപ്പെട്ടു. പ്രകൃതിയുടെ സംരക്ഷകരായി പിന്നീട് അവർ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അക്കൂട്ടത്തിലൊരാളാണ് ഷാജി. അന്നത്തെ പാറക്കോറിയുടെ ഉടമസ്ഥനായ ഷാജി ഇന്നിതാ തനി കർഷകനായി മാറുന്നു. ഒന്നും രണ്ടുമല്ല, വൈവിധ്യങ്ങളായ നിരവധി കൃഷികളുടെ കേന്ദ്രം കൂടിയാണ് ഇന്ന് കുടവട്ടൂർ ചാവരുപാറ. കുളിരുകോരുന്ന ഇടങ്ങളാണ് ഇന്ന് ചാവരുപാറയിൽ എങ്ങും. മണ്ണ് കയറ്റി ഫലഭൂഷ്ടമായ കൃഷിഭൂമിയാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. എവിടെയും പച്ചപ്പിൻ്റെ നിറം കാണാം. കടുത്ത സൂര്യതപമേറ്റ് തിളച്ചുമറിയുന്ന മണ്ണിൽ ഇന്ന് നാമ്പുകൾ പൊടിച്ചു നിൽക്കുന്നു. വാഴയും ഫലങ്ങളും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെയുണ്ട്. അതിനു നടുവിൽ ഏതാനും ജീവജാലങ്ങളുടെ സമൃദ്ധിയുണ്ട്. ഒരുപക്ഷെ ഷാജിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് എന്ന് മാത്രം. 40 ഏക്കർ വരും ചാവരുപാറയിലെ കൃഷിഭൂമി. പാറമതിലുകളാൽ ചുറ്റപ്പെട്ട് തടാകങ്ങളാൽ നിറഞ്ഞതാണ് ഇന്ന് ഷാജിയുടെ കൃഷിഭൂമി. പ്രകൃതിയൊരുക്കിയ നീർച്ചാലുകൾ വേറെ, സ്വന്തമായി നിർമ്മിച്ച തടാകങ്ങൾ വേറെ. നിർമ്മിത തടാകങ്ങൾ ആഴം കുറഞ്ഞവയാണ്. അവിടെ നീന്തി തുടിക്കാനായി മുറ എരുമകളെ ഇറക്കിയിട്ടുണ്ട്. ഹരിയാനയുടെ പ്രസിദ്ധമായ ഇനങ്ങളാണ് മുറ എരുമകൾ. കന്നിനെ കയം കാണിക്കരുത് എന്നാണ് ചൊല്ല്. എന്നാൽ കയം കണ്ടാൽ കന്നുകൾ അതിൽ ഇറങ്ങാതിരിക്കുന്നു. എപ്പോഴും നീന്തി തുടിക്കുവാൻ സമൃദ്ധമായ തടാകങ്ങളുള്ളപ്പോൾ ഞങ്ങളെന്തിന് പുറത്തു നിൽക്കണം എന്നാണ് അവർ ചോദിക്കുന്നത്. ലക്ഷണമൊത്തവരാണ് മുറ എരുമകൾ. അരിവാൾ പോലെ അകത്തേക്ക് വളഞ്ഞ കൊമ്പുകളും എണ്ണക്കറുപ്പുള്ള മേനിയുമാണ് അവരെ സുന്ദരന്മാരും സുന്ദരികളുമാക്കുന്നത്. തടാകത്തിന് ചുറ്റുമാണ് കൃഷി. വലിയ ഡ്രമ്മുകളിൽ നിരന്നിരിപ്പുണ്ട് കാച്ചിലും ചേമ്പും പഴച്ചെടികളും. അതിൽ വിയറ്റ്നാമേർലി പ്ലാവ് മുതൽ ഇറ്റാലിയൻ പേര വരെയുണ്ട്. നെല്ലിക്ക തിരിതെടുത്തതുപോലെ കുലച്ചു മറിയുന്നുണ്ട്. ഓറഞ്ചും പ്ലമ്മുമൊക്കെ അതിൻ്റെ തീരങ്ങളിൽ സമൃദ്ധം. തടാകത്തിലാകെ നീന്തിത്തുടിക്കുന്നത് മത്സ്യങ്ങളാണ്. വൃത്താകൃതിയുള്ള തടാകത്തിൻ്റെ ജലവിധാനത്തിൽ പ്രാണവായു നിറയ്ക്കുവാൻ സംവിധാനങ്ങൾ ഷാജി ഒരുക്കിയിട്ടുണ്ട്. കുതിച്ചുപായുന്ന ജലം തടാകത്തിലേക്ക് എപ്പോഴും വന്നു വീഴും. ഒരു പാഡിൽ വീൽ എയറേറ്ററിൻ്റെ ഗുണമുണ്ട് ഈ പ്രവാഹത്തിന്. തടാകത്തിൻ്റെ ഓരത്തായി ഒരു നഴ്സറി കുളമുണ്ട്. അവിടെയാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ നീന്തി തുടിക്കുക. ചെറിയ പെല്ലറ്റ് തീറ്റകളിൽ അവ വളരാൻ സൗകര്യമുണ്ട്. എയറേറ്ററുകൾ സമൃദ്ധമാണ് ഇത്തരം നഴ്സറികളിൽ. പ്രാണവായുവിൻ്റെ പ്രവാഹം എപ്പോഴുമുണ്ടെങ്കിലേ മത്സ്യങ്ങൾ നന്നാകും. അവയുടെ ചൈതന്യവും അതുതന്നെ. നഴ്സറി കുളങ്ങളിൽ നിന്നാണ് അവയെ റെയറിംഗ് കുളങ്ങളിലേക്ക് മാറ്റുന്നത്. ദീർഘചതുരാകൃതിയിലാണ് റെയറിംഗ് കുളങ്ങൾ. റെയറിംഗ് കുളങ്ങളുടെ ഇരുവശങ്ങളിലായി ഓർക്കിഡുകളും പക്ഷികളുമുണ്ട്. ഫലനോപ്സിസും ഡെൻഡ്രോബിയവും കാറ്റ്ലിയയുമൊക്കെയാണ് ഓർക്കിഡ് ഇനങ്ങൾ. ചട്ടികളിൽ തൊണ്ടിൻ്റെ നാരുകളിലും കൽക്കരികളിലും അവ നന്നായി വളരുന്നുണ്ട്. ഹാങ്ങിങ് പോട്ടുകളാണ് ഓർക്കിഡുകൾക്കായി ഉപയോഗിക്കുക. മത്സ്യക്കുളത്തിലെ ജലം തന്നെയാണ്
അവർക്ക് വളരാനുള്ള വളം. റെയറിംഗ് അഥവാ വളർത്തൽ കുളത്തിൻ്റെ ഒരു ഭാഗത്തായി പക്ഷികളുടെ നീണ്ട നിരയുണ്ട്. ഒക്കെയും ബഡ്ജീസുകൾ. ബഡ്ജീസുകൾ ബർജറിയർ പക്ഷികളുടെ ഓമന പേരാണ്. ആദിവാസികളുടെ ഭക്ഷണമായിരുന്നു ബഡ്ജീസുകൾ. ക്രമേണയാണ് അവർ ഓമന പക്ഷികളായി മാറിയത്. കവിൾമറുകുകളും ചിറകിൻ്റെ ചാരുതയും വിന്യാസവുമൊക്കെ അവരെ ഏറെ ആകർഷകമാക്കും. ബഡ്ജീസുകൾക്കായി നീണ്ട കൂടുകളാണ് ഷാജി പണിതത്. ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് പറക്കുവാൻ 8 സെക്കൻഡോളം വരുന്ന രീതിയിലാണ് കൂടിൻ്റെ ക്രമീകരണം. സാക്ഷാൽ പ്രജനന കൂടുകളാണ് ഇവർ. തമ്മിലുരുമി കുറുകിയിരിക്കുന്ന പക്ഷികളെ ഇണകളാക്കുന്ന പതിവ് ഇവിടെയില്ല. ഇത്തരം ഫ്ലൈറ്റ് കേജുകളിലിട്ട് യഥാർത്ഥ ഇണകളെ കണ്ടുപിടിക്കുന്നതാണ് രീതി. ബഡ്ജീസുകൾക്ക് പുറമെ പ്രാവുകൾക്ക് മറ്റൊരു കൂടുണ്ട്. സമാധാനത്തിൻ്റെ ദൂതന്മാരാണ് പ്രാവുകൾ. കുളത്തിനു മുകളിൽ ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന കൂടുകളിലാണ് അവരുടെ വാസം. ഫാൻറ്റെയിലുകളും മുഖിയും മുദീനയുമൊക്കെ ധാരാളം. ഓരത്ത് മാർജാരന്മാർക്ക് ഒരു താവളമുണ്ട്. പണ്ടേ പോലെ പാല് കട്ടുകുടിക്കുന്ന നാടൻ പൂച്ചകളല്ല, ഒരിടത്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുന്ന പുതിയ മാർജാരന്മാർ, പേർഷ്യൻ ക്യാറ്റുകൾ. വർണ്ണവിന്യാസവും വാലഴകും കണ്ണിലെ തിളക്കവുമൊക്കെ അവരുടെ പ്രത്യേകതകളാണ്. വാലിലും മുഖത്തും ഒരേ നിറം വരുന്ന വാൻ, ദേഹമാകെ സ്വർണ്ണവർണ്ണമാകുന്ന കാലിക്കോ എന്നിവയെല്ലാം അക്കൂട്ടരിലുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡ്സിനും ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് ഷാജി. കുളത്തിൻ്റെ ഓരത്തു നിന്നും ഞങ്ങൾ നേരെ പോയത് ആട്ടിൻകൂട്ടിലേക്കാണ്. ആടുകൾക്കായി അതിവിശാലമായ സൗകര്യങ്ങളാണ് റോക്സ് ഫാമിൽ ഒരുക്കിയിരിക്കുന്നത്. വയർമെഷുകൾ തീർത്ത് വായുപ്രവാഹം സാധ്യമാക്കുന്ന വലിയ കൂടുകൾ ഇവിടെയുണ്ട്. ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ തീർത്ത് വെയിലിൻ്റെ വീറിനെ അത് തടയുന്നു. ആടുകൾക്ക് കയറി നിന്ന് വിശ്രമിക്കുവാൻ ഒന്നാന്തരം തട്ടുപലകകൾ. ചെനയുള്ള ആടുകൾ, പ്രസവിച്ച ആടുകൾ, കുട്ടികൾ, ഇവർക്കെല്ലാം തരാതരം പോലെ കൂടുകളുണ്ട്. 10 പെണ്ണാടുകൾക്ക് ഒരാണാട് എന്നതാണ് പ്രജനനക്കൂട്ടം. 2 വർഷമെത്തുമ്പോൾ മുട്ടനെ മാറ്റുന്നുണ്ട്. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ഇണചേർക്കുകയേയില്ല. മലബാറിയാണ് പ്രധാന ഇനം. കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്ന അറേബ്യൻ വ്യാപാരികൾ കൊണ്ടുവന്ന ഇനമാണ് മലബാറി ആടുകൾ. പ്രത്യേക വർണ്ണം ഇവർക്കില്ല. വെള്ളയും കറുപ്പും തവിട്ടുമെല്ലാം മലബാറിയിൽപ്പെടും. ഒരു പ്രസവത്തിൽ തന്നെ 2 കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടും എന്നതാണ് മലബാറിയുടെ മേന്മ. കുഞ്ഞുങ്ങളാണ് പ്രധാന വിൽപ്പന. തൂക്കത്തിനാണ് വിൽപ്പന. കിലോയ്ക്ക് 350 മുതൽ 450 രൂപ വരെ വില വരും. ആട്ടിൻകൂടിൽ വൃത്തിയാണ് പ്രധാനം. വെയിൽ നന്നായി കടന്നുവന്ന്, കാറ്റ് നന്നായി കടന്നുവന്ന് അവർ നിൽക്കണം. പൊടിപടലങ്ങൾ തീരെ പാടില്ല. ആട്ടിൻകാഷ്ടവും മൂത്രവുമൊക്കെ കൃത്യമായി ഒഴുകിപ്പോകുവാൻ സജ്ജീകരണങ്ങളുണ്ട്. ഫൈബർ ഷീറ്റുകൾ കുത്തനെ വെച്ച് അവയെ നേരെ ഓവിലെത്തിക്കും. അതൊക്കെ ഒഴുകിച്ചെന്ന് ചേരാൻ പ്രത്യേക ടാങ്കുകളുമുണ്ട്. മലബാറിയെ കൂടാതെ കനേഡിയൻ ഡ്വാർഫ് എന്ന വ്യത്യസ്ത ആടിനങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് ഷാജി. ഒരു കൗതുകത്തിനാണ് അത്. ആടുകളെ ഓമനകളായി കാണുന്നവർക്ക് അതിന് നൽകാം. ഒന്നാന്തരം മുട്ടനാടുകളും പെണ്ണാടുകളും ഈ കൂട്ടത്തിലുണ്ട്. വശത്തേക്ക് തെറിച്ചു നിൽക്കുന്ന ചെവികളും കറുപ്പും വെള്ളയുടെയും അഴകുമൊക്കെയാണ് കനേഡിയൻ ഡ്വാർഫിൻ്റെ മേന്മ. കണ്ടാൽ ആരിലും വിസ്മയവും കൗതുകവും ഉണർത്തുന്നവരാണ് കനേഡിയൻ ഡ്വാർഫ് ആടുകൾ. ആടുകളെന്നാൽ അല്പപ്രാണികളാണ്. അവർക്കായി കൃത്യമായി പ്രതിരോധ മരുന്നുകൾ സമയാസമയങ്ങളിൽ ചെയ്യണം. അതൊക്കെയും കൃത്യമായി നോക്കുന്നുണ്ട് റോക്സ് ഫാമിൽ. പുളിങ്കുരുവും കപ്പലണ്ടി പിണ്ണാക്കും ചോറുമൊക്കെ ചേർന്ന തീറ്റ പ്രത്യേകമായി തയ്യാറാക്കും. ആടൊന്നിന് 400 ഗ്രാം എന്നതാണ് കണക്ക്. പച്ചിലകൾ ധാരാളമുണ്ട്. പച്ചിലത്തീറ്റ ആടുകൾക്ക് നിർബന്ധമാണ്. പച്ചിലകൾ കെട്ടിയിട്ട് ഒരു കൂട്ടം ആടുകൾക്ക് ഒരുമിച്ചാണ് തീറ്റ നൽകുക. കൊല്ലത്തെ കുടവട്ടൂർ റോക്സ് ഫാമിൻ്റെ നായകൻ ശ്രീ ഷാജി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഷാജി. നമസ്കാരം. ഈ പാറകൾ കൊണ്ട് സമൃദ്ധമായൊരിടം, അവിടെ ഇത്രയും മനോഹരമായൊരു കൃഷിസ്ഥലമാക്കി മാറ്റാൻ വേണ്ടി അങ്ങേക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുണ്ടാവും. എന്തൊക്കെയാണത്? സാർ, ഇത് 2014 പാറപ്പണി നിർത്തിയതാണ്. 2016 ഒരു നിയമം വന്നപ്പോൾ നമുക്ക് പാരിസ്ഥിതിക ജില്ല പണിയൊക്കാവുമെന്ന്. ഇതെല്ലാം റവന്യൂ പാറയാണ് ഈ കാണുന്ന. ഇതെല്ലാം റവന്യൂ പാറ, സൈഡിലൊക്കെ ഓൺലാൻഡാണ്, ഇത് റവന്യൂ പാറയാണ്. അപ്പോൾ പാരിസ്ഥിതിക എടുക്കണമെന്ന് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങളിവിടെ കൊച്ചു കൊച്ചു കോറുകൾ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ ഇവിടോട്ടുള്ള ഒരുപാട്, അതായത് കൺട്രാക്ടെന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഓരോരുത്തരെ പണിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളിതെല്ലാം കളഞ്ഞങ്ങ് പോയിട്ട് ഒരിക്കൽ പഞ്ചായത്തിൽ ഒരു നോട്ടീസ് വന്ന് ഈ പാറക്കുളമൊക്കെ സംരക്ഷിക്കണം, വേലിയേറ്റ് സംരക്ഷിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വേണം എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ വേലിയേട്ടാനായിട്ട് വന്നു. വേലിയേട്ടാനായിട്ട് വന്നപ്പോൾ ഇവിടെ അങ്ങ് മൊത്തവും കുപ്പിയും ആളും ബഹളവും എങ്ങനെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി. അങ്ങനെ ഇതെല്ലാം ഒരുപാട് പൈസ ഇല്ലാക്കി വേലിയെട്ടിയിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ വേലിയെട്ടിയിട്ട് വേറെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് നല്ലൊരു എൻട്രൻസും ഉണ്ട്.
അങ്ങനെ എന്നാ വിചാരിച്ച് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നി. നമ്മൾ ഒരുപാട് കാലം കൊണ്ട് പ്രകൃതിക്ക് ദോഷം വരുന്ന പണിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പാറപ്പണി, അപ്പൻ്റെ കാലം തൊട്ടേ പാറപ്പണി, അച്ഛൻ്റെ കാലം തൊട്ടേ പാറപ്പണിയൊക്കെ. അപ്പോൾ സംരക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് ഇതിനകത്തൊരു എന്താണ് നിയമപരമായി പറ്റുന്നത് വെച്ചപ്പോൾ തഹസിൽദാരായിട്ട് ആലോചിച്ചപ്പോൾ നിങ്ങൾ മീൻ വളർത്താൻ ലീസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മീൻ വളർത്താൻ ലീസ് എടുത്തിട്ട് മീൻ വളർത്തോടൊപ്പം കൃഷിയും കൂടെ ചെയ്തു തുടങ്ങി. ഇത് മണ്ണൊന്നും ഇല്ലായിരുന്നു, എല്ലാ മണ്ണും കൊണ്ടിട്ട് നല്ലോണം കൃഷി ചെയ്ത് ഇപ്പോൾ കുറച്ച് അങ്ങനെ ഒരു ആട് ഫാം തുടങ്ങി. ഒരു കൂട്ട് വന്നൊരു 3.5 കൊല്ലത്തിന് മുമ്പ് 20 ആടും ഒരു കൂടുമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് 110-120 ആടുണ്ട്. പിന്നെ ഒരു എരുമയും പോത്തിനെയും മേടിച്ച് അത് പ്രസവിച്ച് ഒരു വെച്ചൂർ പശുവിനെ മേടിച്ച് അതൊരു 4-5 എണ്ണമായി. പന്നിയുണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അവിടെ ഒരു തെറാപ്പി സെൻ്റർ ഉണ്ട്. അത്യാവശ്യം ആളുകൾ വന്ന് തടവി ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങൾ ഇതുപോലെ ഉപയോഗശൂന്യമായി കിടപ്പുണ്ട്. ഇതെടുത്താൽ ഇത് ചെയ്യാൻ കഴിയും എന്നൊരു ധൈര്യം എടുത്താൽ ചെയ്യാൻ കഴിയും. കഴിയാന്ന് വെച്ചാൽ പിന്നെ ഈ മത്സ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ ഇവിടുത്തെ മീൻ സാറേ ഇപ്പോൾ മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ട്, കഴിച്ചു നോക്കാം. നല്ല സുന്ദരമായ മീൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് കുടിക്കില്ല. വേസ്റ്റ് കൊടുക്കാത്ത മീൻ നല്ല ടേസ്റ്റാണ്. തീറ്റ മാത്രമേ കൊടുക്കും. അപ്പം നമ്മളൊരു തീറ്റ മാത്രം കൊടുത്ത 1 കിലോ മീൻ നമുക്ക് മിനിമം 300 രൂപ കിട്ടണം. പക്ഷേ നമ്മൾ 300 രൂപയ്ക്ക് മീൻ പിടിക്കാൻ പരുവാകുമ്പോൾ ഈ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നവർ 125 എന്ന് വിളിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് മീനുമായിട്ട് ഇതിലേക്ക് പോകും. അപ്പോൾ ആളുകൾ പറയും ദാണ്ട അവിടെ 120 ഉള്ളു, നിങ്ങൾക്ക് എന്താ 300 രൂപ? എന്നാൽ മീൻ കഴിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അതറിയണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ തിരക്കിയ ആളുകൾ വരും. ഡെയിലി 20-25 കിലോ മീൻ്റെ ആൾ വരും. അത് രാവിലെയും വൈകിട്ടുമായിട്ട് പിടിച്ചു കൊടുക്കും. വേറെ നമ്മൾ തീറ്റ ഇടുക, കോരി എടുക്കുക. 10-25 കിലോ ഏറ്റവും കുറഞ്ഞ ഡെയിലി നമുക്ക് പോകും. അപ്പോൾ ലാഭമാണെന്ന് വെച്ചാൽ ലാഭമാണ്, മറ്റേ അധ്വാനിക്കണം. പശുത്തൊഴുത്തെന്നാൽ നാടൻ പശുക്കൾ തന്നെ വേണം എന്ന നിർബന്ധമുണ്ട് ഷാദിക്ക്. വെച്ചൂരിനെയും കാസർഗോഡ് ഡാർഫിനെയുമൊക്കെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം പൈക്കളാണ് കാസർഗോഡ് ഡാർഫ്. വെച്ചൂരെന്നാൽ കേരളത്തിൻ്റെ തനിമ തന്നെ. 5 മുതൽ 6.5% വരെ പാൽക്കൊഴുപ്പുണ്ട് നാടൻ പൈക്കളുടെ പാലിന്. നാട്ടുപൈക്കളുടെ പാലിന് ഉയർന്ന ഡിമാൻഡുണ്ട്. ബീറ്റ കേസീൻ എന്ന പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും നാടൻ പൈക്കളുടെ പാൽ ഉപയോഗിക്കാം. ഇതാണ് ഇവിടുത്തെ തന്ത്രം. പന്നിക്കുട്ടന്മാർക്കായി വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അസൽ ഇറച്ചിപ്പന്നിയായ ഡ്യൂറോക്കിന് വലിയ സ്ഥാനമുണ്ട്. തവിട്ടാണ് ഡ്യൂറോക്കിൻ്റെ നിറം. ലാർജ് വെയ്റ്റും ലാൻഡ് റേസും ഇണചേർന്ന പന്നികളെ ഡ്യൂറോക്കുമായി ഇണചേർത്താൽ സങ്കരയിനം പന്നികളെ ലഭിക്കും. അത്തരത്തിൽ സങ്കരയിനത്തിൻ്റെ വിത്തുപന്നികളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. പ്രജനനത്തിനായാണ് അവരെ പ്രധാനമായും ഉപയോഗിക്കുക. ഒറ്റ പ്രസവത്തിൽ 12 മുതൽ 14 വരെ കുഞ്ഞുങ്ങളെ നൽകുന്നവരാണ് പന്നികൾ. മാലിന്യങ്ങൾ മുഴുവൻ തിന്ന് ഭക്ഷ്യയോഗ്യമായ മാംസമാക്കി അവർ അതിനെ മാറ്റും. പന്നി എന്നാൽ പണമെന്നാണ് പുതിയ കാലത്തിൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ പന്നി പ്രസവിച്ചാൽ പണത്തിൻ്റെ ഒഴുക്ക് തുടങ്ങും. പാറമതിലിൽ കയറി നിന്നാൽ കൃഷിയുടെ വൻ കാഴ്ചകൾ കാണാം. താഴെ സമതലത്തിൽ വാഴകൾക്ക് വലിയൊരു ശേഖരമുണ്ട്. ഒക്കെയും പൂവൻ വാഴകളാണ്. പൂവൻ വാഴകളോടാണ് ഷാദിക്ക് പ്രിയം. അവയെ കൃത്യമായ അകലത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നന എന്നുമുണ്ട്. ആട്ടിൻവളം തന്നെയാണ് അവരുടെയും പ്രധാന വളം. വർഷത്തിൽ 3 തവണ വളം ചെയ്യണം വാഴകൾക്ക്. 9-ാം മാസം കഴിഞ്ഞാൽ കുല ഉറപ്പാണ്. വാഴയ്ക്ക് ഓരം പറ്റി വിയറ്റ്നാം എർലി പ്ലാവുകളുടെ നീണ്ട നിരയുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം തരുന്നവരാണ് വിയറ്റ്നാം എർലി പ്ലാവുകൾ. ചുളകൾ നന്നായി ചുവന്ന് നല്ല തേൻരുചി പകരുന്നതാണ് വിയറ്റ്നാം എർലി പ്ലാവുകൾ. ഈ ഭൂമിയുടെ ഒരു സൗന്ദര്യമാണോ പ്രധാനം, അതേ ഇതിൽ നിന്നിട്ട് വരുമാനം? നമ്മുടെ വരുമാനം പറയാനില്ല, നമ്മുടെ ഒരു സംതൃപ്തിയാണ് പ്രധാനം. നമ്മൾ പാറയെല്ലാം കഴിഞ്ഞ് ഞാനൊരു 10-30 വർഷത്തിന് മുമ്പേ പാറയിൽ കയറി പാറയടിച്ചടിച്ച് ഇങ്ങനെ കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 6 കൊല്ലമായിട്ട് ഇവിടെ നിന്ന് വിട്ടുപോകാറില്ല. പ്രകൃതിയായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചേരുമ്പോൾ മാനസാന്തരം തോന്നുന്നു. നല്ല സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. അതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം. നമുക്കുള്ള ആളുകളുണ്ട്, എല്ലാവരും ഞങ്ങൾ വൈകുന്നേരത്ത് ഇവിടെ വന്നിരിക്കും. അതാണൊരു സന്തോഷം. പിന്നെ ഒരു കൊറോണയൊക്കെ വന്ന സമയത്തൊക്കെ ഒരു ടൈം പോകുന്നതിന് ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. ഇവിടെ ആയിരുന്നു എപ്പോഴും. പിന്നെ ഇപ്പോൾ പുറത്തോട്ട് പോയി പറ്റിയ കേസില്ല, വേറെ ഒരു പരിപാടികളും ഇല്ല, എല്ലാം ഇവിടെ തന്നെ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ ഫാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ കാർഷിക ആവശ്യത്തിനടുത്ത് എനിക്ക് മുമ്പോട്ട് ഉണ്ടാകത്തില്ല. ഇതൊരു ടൂറിസം പ്രോജക്റ്റ് വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ 1 ഏക്കറിന് 60,000 രൂപ ഞാൻ ഒരു വർഷം അടയ്ക്കണം. ടൂറിസം പ്രോജക്റ്റ് ആണെങ്കിൽ എനിക്ക് 1000 രൂപ അടച്ചാൽ മതി.
അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്കൊരു 10-15 ഏക്കർ പുരയുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ ആയിട്ടുണ്ട്. അവിടെ എല്ലാം കൂടെ കേന്ദ്രീകരിച്ച് ഒരു സ്വിമ്മിംഗ് പൂള്, ഹട്ടുകൾ, ആളുകൾക്ക് വന്ന് താമസിക്കാൻ സൗകര്യം വേണം. അപ്പോൾ ഇവിടെ എല്ലാം ആളുകൾ വന്ന് അന്വേഷിക്കുന്നത് താമസിക്കാൻ സ്ഥലം ഉണ്ടോന്നാണ്. അപ്പോൾ താമസിക്കാൻ സ്ഥലം പറഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ട്. ഇതിനെല്ലാം ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു പ്രോജക്റ്റ് വെച്ച് സർക്കാർ പെർമിഷൻ തരുവാണെങ്കിൽ ഇതെല്ലാം കൂടെ ഈ റവന്യൂ സ്ഥലം എല്ലാം ചേർത്തൊരു പ്രോജക്റ്റ് വെക്കണമെന്നും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയത് വിജയിക്കുമെന്ന് ഉറപ്പാണ്. വിജയിക്കുമെന്ന് ഉറപ്പാണ്. എന്താ അതിൻ്റെ ആ വിജയത്തിൻ്റെ പ്രതീക്ഷ? വിജയത്തിൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇവിടുത്തെ പ്രകൃതിയാണ്, നമ്മൾ അതിനനുസരിച്ചുള്ള പ്രകൃതി ഉണ്ടാക്കിയെടുക്കുമല്ലേ. പിന്നെ ആളുകൾക്ക് സൗകര്യങ്ങൾ കൊടുക്കണം, വരുന്നവർക്ക് അതിനുള്ള ഫെസിലിറ്റി കൊടുക്കണം. ഏത് തരത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്? ഏത് തരത്തിലുള്ള വെച്ചാൽ ഞാനിവിടെ ഇപ്പം ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം വളരെ തിരക്കുള്ളവരാണ്. ഇവിടെ വന്നാൽ പോകാൻ അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ താമസിക്കാൻ സ്ഥലമില്ല. ഇപ്പോഴത്തെ മെയിൻ കൃഷി അതാണ്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു സ്ഥലം തരാൻ, ഒരു ദിവസം വന്ന് തങ്ങാൻ ഒരു സ്ഥലം സ്റ്റാന്താണ്. ഇപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആരും ഇവിടെ വരാറില്ല. പക്ഷെ ഫുഡ് ഇഷ്ടംപോലെ ഫുഡ് നമ്മളുണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് പിന്നെ അവിടെ അടുത്ത് നമുക്ക് മെനക്കെടാൻ. പിന്നെ അവിടെ ഒരു കിച്ചണുണ്ട്, അവർ കൊണ്ടുവന്ന് ഉണ്ടാക്കി കഴിക്കാം. അവിടെ ഒരു എല്ലാ സംവിധാനം ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ചടിനപ്പുറത്ത്. ആർക്ക് വന്നാൽ പിന്നെ ഇവിടെ വന്ന് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ലയൻസിൻ്റെ പരിപാടി, അങ്ങനെ പ്രോഗ്രാം. ഇപ്പോൾ ഈയിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ വലിയ പരിപാടിയായിരുന്നു. 500 പേര് വരുന്ന ഒരു ഫുഡിന് 850 രൂപ വെച്ചുള്ള ഒരു പരിപാടിയൊക്കെ ഒരു ആറ്റിക്കാർ കാറ്ററിംഗുകാരാണ് ചെയ്ത് കൊടുത്തത്. അതിനുള്ള സംവിധാനമൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ സാമ്പത്തിക ലാഭമൊന്നും നോക്കിയല്ല ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഭാവിയിൽ അങ്ങനെ ഉദ്ദേശമുണ്ട്. പുതുകാല പഴങ്ങൾക്കും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് ഷാജി. ഡ്രാഗൺ ഫ്രൂട്ടാണ് അവയിൽ മുന്നിൽ നിൽക്കുന്നത്. 6 അടി ഉയരമുള്ള കോൺക്രീറ്റ് പോസ്റ്റുകളിൽ അവ പടർന്നു കയറുന്നു. നന്നായി കെട്ടിക്കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ അവ മറിയാൻ തുടങ്ങും. അപ്പോഴാണ് ടയറിൻ്റെ പ്രയോഗം. ടയറിലൂടെ കടന്ന് വളഞ്ഞ് താഴേക്ക് നീണ്ടാൽ പിന്നീട് പൂവിടുകയായി. പൂവിട്ടാൽ ഫലം ഉറപ്പ്. നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളുള്ള പഴം കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പുതുകാലത്തിൻ്റെ പഴം എന്ന് ശരിക്കും അവകാശപ്പെടാം. വാഴപ്പഴവും നെല്ലിയും ഡ്രാഗൺ ഫ്രൂട്ടുമൊക്കെയായി പഴങ്ങളുടെ നീണ്ട നിര അങ്ങനെ നീളുമ്പോൾ കരിമുണ്ടക്കൊടിക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് റോക്സ് ഫാമിൽ. അവ തിരുതിർത്ത് പൂക്കുന്നുണ്ട്, നന്നായി പടർന്നു കയറുന്നുണ്ട്. കുരുമുളകെന്നാൽ കറുത്ത സ്വർണ്ണമാണ്. എപ്പോഴും ആദായം നൽകുന്നവരാണ് കുരുമുളക് ചെടികൾ. വളർന്നു കയറിയാൽ വള്ളി പിടിച്ച് താഴെയിട്ട് വട്ടത്തിൽ ചുഴറ്റി പിന്നെയും ഉയർത്തിക്കൊണ്ടുവരികയാണ് പതിവ്. അങ്ങനെയാകുമ്പോൾ വേരോട്ടം സമൃദ്ധമാകും, കായ്ഫലം കൂടുതലും കിട്ടും. അനുദിനം കൃഷിയിടമായി വികസിച്ചു വരുന്ന പാറയിടത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഷാജിക്കുണ്ട്. അതൊക്കെയും ഹരിതം സുന്ദരവുമായി പങ്കുവച്ചു. ഇപ്പോൾ ഈ ഫലവൃക്ഷങ്ങൾ കൂടാതെ പ്രാവുകളുണ്ട്, ബഡ്ജീസ് ഉണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്, ക്യാറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ. അത് തന്നെ ഇവിടെ പിന്നെ ഓരോ കൃഷിക്കും ഞാൻ വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കില്ല. പിന്നെ വെച്ചൂർ പശുവുണ്ട്, എല്ലാ പശുക്കളും ഉണ്ട്, പശുവുണ്ട്. അതിൻ്റെയൊക്കെ വേസ്റ്റാണ്. ആട്ടിനൊക്കെ ഇഷ്ടം പോലെ ആട്ടും കാട്ടുമൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഒരു കൃഷി എന്ന നിലയിൽ ഏറ്റവും ഉപയോഗിച്ചിരിക്കുന്നത് മത്സ്യമാണോ അതോ ആടാണ്? നമുക്കിപ്പോൾ പ്രയോജനം ആടാണ്. ആട് എണ്ണത്തിൽ കൂടിയതുകൊണ്ട് ഇപ്പോൾ പ്രയോജനം ആടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച ഒരെണ്ണം വിറ്റാൽ മതിയല്ലോ. അത് ഒരെണ്ണത്തിൽ കൂടുതൽ എന്തായാലും ജനിക്കില്ല. ഇപ്പം ഈ ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഷാജിക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താ? എനിക്ക് നൽകാൻ കഴിയുന്നവർ നമ്മൾ എന്ത് ചെയ്തായാലും അത് ആത്മാർത്ഥയോട് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ പിന്നെ സാമ്പത്തിക ലാഭം മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. അത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. ഉപരി സാമ്പത്തികം കുറച്ച് നാൾ നമ്മുടെ ഇത് പോയാലും പിന്നെ നേട്ടം ഉണ്ടാവും. അതെൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് പൈസ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അതുകൊണ്ടൊന്നും ഇതിനകത്തൊന്നും എനിക്ക് നഷ്ടമില്ല, കൃഷി നഷ്ടമില്ല. കാരണം ഞാൻ 20-25 കിലോ മീൻ 20 കിലോ എങ്ങനെയായാലും ഡെയിലി പിടിക്കും. അതിനകത്ത് അയ്യോ അങ്ങനെ അത് ചിന്തിച്ചാൽ ലാഭമില്ല, നഷ്ടമാണത്. പൈസ കയ്യിൽ നിന്ന് പക്ഷേ അതൊരു പാപം അല്ല. ഞങ്ങള് ആളെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രകൃതി ദോഷം ചെയ്ത് എല്ലാവരും പറയുമായിരുന്നു, അവരെല്ലാം പ്രകൃതി നശിപ്പിച്ചിട്ട് പോയി. ഇവിടെ പരിസ്ഥിതിക്കാർ വന്നാൽ നോക്കാൻ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ചെയ്തിട്ട് ഒരു പാറമല ഇങ്ങനെയും ചെയ്യാം. ഒരു കാലത്ത് അതിന്റെ പശ്ചാത്തലം എന്നുകൊണ്ട് പറയാം. ഇങ്ങനെ ഒരു പാറമല ആക്കി ഇടാം. അത് തന്നെ ഒരുപാട് പാറമല നമ്മൾ എന്താണ്, ഒന്നീ പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളമൊക്കെ നോക്കുക, നല്ല നീല കളറിൽ ഇങ്ങനെ നടക്കുക. ഒരു പ്ലാസ്റ്റിക് അഴുക്കുണ്ടോ എന്ന് നോക്കുക. അതെന്ന് വെച്ചാൽ നമ്മൾ അടച്ചിട്ട് നമ്മുടെ ആണെന്നുള്ള രീതിയിൽ വെച്ചേക്കുന്നുണ്ട്. ആളുകൾ ശല്യം ചെയ്യുന്നില്ല, സംഭവം റവന്യൂല്ല. ഇങ്ങനെ ഒരു വലിയ മാനസാന്തരത്തിന് കാരണം എന്താ? മാനസാന്തരത്തിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കോറിയായിരുന്നു. കോറി 1.5 വർഷത്തിന് മുമ്പ് കംപ്ലീറ്റ് നിന്ന്
അതൊരു പിന്നെ ലൈസൻസായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പിന്നെ വേറെ ടൈം പാസ് ആണ് മെയിനായിട്ടുള്ള കാര്യം. വേറെ ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു പോക്കളയും. കുടുംബാംഗങ്ങളുടെ പിന്തുണയുണ്ടോ? കുടുംബാംഗങ്ങളുടെ പിന്തുണയൊക്കെ 2 പിള്ളേർ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, ഇളയാൻ +2-ന്. അവർ പിന്തുണ ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലുമായിട്ടായിരിക്കും വീട്ടിലോട്ട് ചെല്ലുന്നത്. പിന്നെ അവർക്ക് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ ഇത്ര മനോഹരമായൊരു സ്ഥലമെടുത്ത് അതിനേക്കാൾ മനോഹരമായൊരു സ്ഥലമാക്കി ഇതിനെ മാറ്റി. ഷാജിയുടെ ഇനിയുള്ള സ്വപ്നം എന്താ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതിൽ പ്രോജക്റ്റ് വെക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു സ്വപ്നം. നടന്നാൽ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു പറുദീസയായി ഇത് മാറണം. അതിനുള്ള ശ്രമമാണ്. അങ്ങനെ മാറട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നന്നായിരിക്കട്ടെ. ഓക്കെ. ഒടിച്ചു കുത്തിയാൽ മുളയ്ക്കുന്ന ഇടം വേണമെന്നില്ല, അത് പാറയിലായാലും മുളച്ചേ പറ്റൂ. അതാണ് ഷാജിയുടെ മന്ത്രം. നേരാം ഭാവുകങ്ങൾ.